ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അപ്പൂസ് യാത്രികൻ്റെ പുതിയൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ലാവോസിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള വിയന്തിയൻ എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ അപ്പോൾ വിയന്തിയനിലെ കുറച്ച് പ്രധാനപ്പെട്ട 1-2 സ്ഥലങ്ങൾ, കാരണം എനിക്കിന്ന് വൈകുന്നേരം 4 മണിയാകുമ്പോൾ അടുത്ത ട്രെയിനുണ്ട്. ഇവിടെയുള്ള അടുത്ത സ്ഥലം വാങ്വിയാങ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോകാനായിട്ട് ഞാൻ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ കുറച്ച് ഇപ്പോൾ ഇവിടെ രാവിലെ 10 മണിയാണ്. നമ്മുടെ നാട്ടിലെ സമയത്തിനെക്കാട്ടിലും 1.5 മണിക്കൂർ കൂടുതലാണ് ലാവോസിലെ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ 10 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ അടുത്തൊക്കെയുള്ള വോക്കബിൾ ഡിസ്റ്റൻസിൽ, അതായത് 1 കിലോമീറ്റർ 2 കിലോമീറ്ററിനകത്താണ് ഈ പറഞ്ഞ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ ഒരു ദൂരത്തിലാണ് ഇവിടെയുള്ള പല പ്രധാനപ്പെട്ട വ്യൂ പോയിന്റ്സും അട്രാക്ഷൻസ് ഒക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ അതിനു മുന്നേ നമുക്ക് ഇവിടെ മണി എക്സ്ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇന്നലെ രാത്രി ഒരു 11 മണി രാത്രി ആയപ്പോഴാണ് ഞാൻ വന്നത്. അപ്പോൾ കാശൊന്നും എക്സ്ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ അടുത്തുള്ള ഒരു മോർണിംഗ് മാർക്കറ്റിൽ പോയിട്ട് അവിടെ ഒരുപാട് എക്സ്ചേഞ്ച് ഏജൻസീസ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ മണി എക്സ്ചേഞ്ച് ചെയ്യുന്നു. അതിന് ശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബും ചെയ്യുക. ഇവരുടെ പുതുവത്സര ദിനത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മുടെ വിഷു ഇല്ലേ, നമ്മുടെ വിഷു പോലെയാണ് ഇവരുടെ പുതുവത്സരം. സോങ്ക്രാൻ എന്ന് പറഞ്ഞ് തായ്ലൻഡിൽ ആഘോഷിക്കപ്പെടുന്ന ആ ഒരു ഫെസ്റ്റിവൽ മറ്റൊരു പേരിലാണ് ഇവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ എനിക്കൊരു കാര്യം കാണാൻ പറ്റി, ഇവിടെ കണിക്കൊന്ന ഇഷ്ടംമാതിരിയുണ്ട്. അപ്പോൾ ആൾക്കാർ അവരുടെ വണ്ടികളിലൊക്കെ ഇതുപോലെ കണിക്കൊന്ന പൂവും കാര്യങ്ങളൊക്കെ കെട്ടി വെച്ചുകൊണ്ടൊക്കെ പോകുന്ന ഈ ഉത്സവ സമയത്ത് ഇങ്ങനെ പോകുന്ന ആ ഒരു കുറേ സ്ഥലങ്ങളിൽ ഞാനത് കണ്ടു. അപ്പോൾ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് ഇവിടുത്തെ മോർണിംഗ് മാർക്കറ്റിൽ പോയി കറൻസി എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ മാപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 500 മീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞതുപോലെ 1/2 കിലോമീറ്റർ നടക്കേണ്ടി വന്നില്ല. ഇത് നമ്മൾ മോർണിംഗ് മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് മോർണിംഗ് മാർക്കറ്റ് വിയന്തിയാനിലെ. ഇവിടെ കറൻസി എക്സ്ചേഞ്ച് നല്ല എക്സ്ചേഞ്ച് റേറ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ അവരുടെ ന്യൂ ഇയർ ആയതുകൊണ്ട് എത്ര ഷോപ്സ് ഓപ്പൺ ആയിരിക്കുമെന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്തോട്ട് കയറാം. ഭൂരിപക്ഷം ഷോപ്സും അടച്ചിരിക്കുകയാണ്. ഇവിടെ കയറി ചോദിക്കാം ആരുടെത്തേലും. ഒരു ഷോപ്പുമില്ല. തേഞ്ഞോ എന്ന ചെറിയ ഒരു സംശയം. നമുക്കകത്ത് കയറി നോക്കാം. മണി എക്സ്ചേഞ്ച് തപ്പി നോക്കി. അവിടെ മണി എക്സ്ചേഞ്ച് ഒന്നും ഓപ്പൺ അല്ല. അപ്പോൾ വേറൊരു ബാങ്കിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ നമ്മൾ മാപ്പിൽ നോക്കുമ്പോൾ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് അവരുടെ ന്യൂ ഇയർ ആയിട്ട് ബാങ്കൊക്കെ തുറക്കുമെന്ന് എനിക്കറിഞ്ഞിട്ട്. 4 മണി വരെ, വൈകുന്നേരം 4 മണി വരെ തുറക്കുമെന്നാണ് പറയണത്. അപ്പോൾ അടുത്ത് ഇനി നേരെ അങ്ങോട്ട് പോയി നോക്കാം ബാങ്ക് ഉണ്ടോ എന്ന്. പക്ഷെ ഇവിടെ ബാങ്കുകളെല്ലാം ക്ലോസ്ഡ് ആണ് എൻ്റെ മുമ്പിൽ. നമുക്ക് നോക്കാം. ഇനി അഥവാ കറൻസി കിട്ടിയില്ലെങ്കിൽ കുറച്ച് പാടായിരിക്കും. സാരമില്ല, നോക്കാം. ഇൻ്റർനെറ്റ് ഉണ്ട് ഫോണിൽ. ഇവിടുത്തെ ഒരു സിം എയർപോർട്ടിൽ നിന്ന് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ വേറെ പ്രശ്നമൊന്നും വരാൻ സാധ്യതയില്ല. കാശില്ലാതെയും ലാവോസിൽ ജീവിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഇവിടെ ഇതൊരു അവരുടെ ഒരു മെയിൻ സ്ട്രീറ്റ് ആണെന്ന് തോന്നുന്നു. ഇവിടെ ഒരുപാട് ബാങ്കൊക്കെ ഉണ്ട്. ഈ മോർണിംഗ് മാർക്കറ്റിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് ഇതെല്ലാം. ബാങ്കുണ്ട്. പിന്നെ അവരുടെ പത്തുക്സായ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മോണുമെൻറ്റ്, നമ്മുടെ ഇന്ത്യ ഗേറ്റൊക്കെ പോലത്തെ ഒരു സംഭവമാണ്, അതും ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവിടെ ബാങ്കൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും ഓപ്പൺ അല്ല. നമുക്ക് നോക്കാം. ഇപ്പോൾ ബാങ്കുകളൊക്കെ നിറഞ്ഞ് ഉള്ള ഒരു സ്ട്രീറ്റിൽ കൂടെ ആണ് നടന്നത്. ഒരൊറ്റ ബാങ്ക് തുറന്ന്, ഇഷ്ടംമാതിരി ബാങ്കുണ്ട്. പക്ഷേ ന്യൂ ഇയർ ആയതുകൊണ്ട് ഒരൊറ്റ ബാങ്ക് തുറന്നിട്ടില്ല. എല്ലാം ക്ലോസ്ഡ് ആണ്. മണി എക്സ്ചേഞ്ച് ഒന്നും കാണുന്നില്ല. ഇവിടെ കുറച്ച് ഒരു അധികം ടൂറിസ്റ്റുകളൊന്നും വരാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനത്തെ ആ ഒരു വൈബുള്ള ഒരു സ്ഥലമല്ല. അതായത് ടൂറിസത്തിൻ്റെ ആ ഒരു ഇതില്ല. പിന്നെ നമ്മൾ നാട് കാണാനായിട്ട് ഈ ട്രാവലേഴ്സായിട്ടുള്ള ആൾക്കാർക്ക് വന്ന് പോകാവുന്ന സ്ഥലമാണ്. പുതിയൊരു സ്ഥലം കാണാം, പുതിയൊരു നാട് കാണാം. അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ 1 ലക്ഷം കിപ്പ് എങ്ങാണ്ടേ ഉള്ളൂ. വളരെ കുറച്ച് എമൗണ്ടാണത്. എന്നാലും കുഴപ്പമില്ല. ബാക്കി നമ്മുടെ ഹോട്ടൽ ബുക്കിങ്ങും ട്രെയിൻ ടിക്കറ്റ്, അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള ട്രെയിൻ ടിക്കറ്റും ഒക്കെ ഓൾറെഡി ബുക്ക്ഡ് ആണ്. അപ്പോൾ ഓൺലൈൻ ടാക്സി ഉണ്ട്. ഇവരുടെ തന്നെ ടാക്സി ആപ്പുണ്ട്. അതിൽ നമുക്ക് കാർഡ് ആഡ് ചെയ്ത് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ വരെ പോകാം. റെയിൽവേ സ്റ്റേഷൻ 15 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം. അപ്പോൾ ഇപ്പം നമ്മൾ ഇവിടുത്തെ കുറച്ച് ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പം
ലാവോസിൻ്റെ ആ ഒരു ടൂറിസ്റ്റ് പ്ലേസസ് ഇൻ വിയന്റിയൻ എന്ന് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. പാത്തുക് സായ് മോണുമെൻ്റ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഇന്ത്യ ഗേറ്റൊക്കെ പോലെ ഇരിക്കും. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിക്കാം. നേരെ അതിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതാണ് സംഭവം. ഇത് സ്ട്രെയിറ്റായിട്ട് കിടക്കുന്ന ഒരു റോഡാണ്. റോഡിൻ്റെ രണ്ട് സൈഡിലും ലൈബ്രറി, ബാങ്കുകൾ, അതുപോലുള്ള കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സെക്കൻഡറി സ്കൂളുണ്ട്. ഇതൊരു സ്കൂളാണ്, ലാവോസിലെ ഒരു സ്കൂളാണ്. അകത്ത് കണിക്കൊന്നയൊക്കെ പൂത്ത് ഇപ്പോൾ ഉണ്ട്. ഇവിടെയുണ്ട് കണിക്കൊന്ന. നിറയെ പൂത്ത് നിൽപ്പുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ വിഷു ആവുന്ന സമയത്ത് കാണുന്ന ആ ഒരു കാഴ്ച തന്നെയാണ്. പിന്നെ ഇവിടെ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു ഓഫീസുണ്ട്. അപ്പോൾ ഇത് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിരിക്കണം. അപ്പോൾ പാത്തുക് സായ് മോണുമെൻറ്റിലേക്ക് നമ്മൾ നടക്കണം. അവിടെ എൻട്രി ഫീസ് ഇല്ല എന്നാണ് തോന്നുന്നത്. അതെ, എൻട്രി ഫീസ് ഉണ്ടാവാൻ സാധ്യതയില്ല. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. റോഡൊക്കെ നല്ല വിശാലമാണ്. പക്ഷേ അവധി ദിവസം ആയതുകൊണ്ടായിരിക്കാം തിരക്ക് കുറവാണ്. ഈ സ്ഥലത്തിൻ്റെ പേരാണിത്, അവന്യൂ ലൈൻ സാങ്. അതാണ് ഈ ഏരിയയുടെ പേര്. അപ്പോൾ നമുക്ക് പതുക്കെ ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകാം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് കറങ്ങി അപ്പുറത്തെ സൈഡ് ചെന്നിട്ട് അവിടെ നിന്ന് ക്രോസ് ചെയ്ത് പോവാം. സംഗതി കാണാനൊക്കെ കൊള്ളാം. അവിടെ ഇപ്പോൾ കുറച്ച് ടൂറിസ്റ്റുകളും ഒക്കെ നിൽപ്പുണ്ട്, ഫോട്ടോ എടുത്തും ഒക്കെ ആയിട്ട് നിൽപ്പുണ്ട്. പിന്നെ ഇവരുടെ നാഷണൽ എംബ്ലമിൽ കാണിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഗോൾഡൻ സ്തൂപ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ അവിടെ പോകുന്നുണ്ട്. പിന്നെ ഒരു ബുദ്ധക്ഷേത്രത്തിലും പോകുന്നുണ്ട്. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. അത് കഴിഞ്ഞ് നമ്മൾ ട്രെയിൻ പിടിച്ചിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകും. പിന്നെ ഫ്രണ്ടിൽ ചെറിയൊരു ഗാർഡനൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കാണുന്ന പൂക്കളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്കിവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് പതുക്കെ സ്ഥലം വിടാം. പിന്നെ തായ്ലൻഡിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കൺവീനിയൻസ് സ്റ്റോഴ്സൊക്കെ കിട്ടും. 7-Eleven പോലുള്ള സ്റ്റോഴ്സൊക്കെ ഒരുപാടുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഫുഡ് എന്തെങ്കിലുമൊക്കെ മേടിക്കുവാണെങ്കിൽ അവിടെ നിന്ന് മേടിക്കാൻ പറ്റും, കേക്ക് പോലുള്ള സംഭവങ്ങളൊക്കെ. പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും കണ്ടില്ല. നമുക്ക് നോക്കാം. ഇതാണ് സാധനം. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. സൈഡിൽ ഇതുപോലുള്ള എന്തൊക്കെയോ വച്ചിട്ടുണ്ട്. വെയിലുണ്ട് ഇവിടെ. അപ്പം ഞാൻ അതാണ് തൊപ്പി വച്ചേക്കുന്നത്. ഇതാണ് സംഭവം. ഇതാണ് സാധനം. അതിൻ്റെ മുകളിൽ നടുക്കായിട്ട് ആ ഭാഗത്ത് ഒരു ദേവിയുടെ ഒരു പിക്ചറല്ല, ഒരു കൊത്തി ഇങ്ങനെ വച്ചിട്ടുണ്ട്. പിന്നെ താമര ഇതളൊക്കെ ഏറ്റവും മണ്ടയിലൊക്കെ വച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അകത്തോട്ടേക്ക് കയറാം. ഇതാണ് ഇതിൻ്റെ അകത്തുള്ള. അതിൻ്റെ സീലിംഗ് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് കയറണമെങ്കിലുള്ള ഫീസാണ്. രാവിലെ 8:30 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. ഇവിടുത്തെ ഈ നാട്ടുകാർക്കാണെങ്കിൽ 5000 കിപ്പും, ഫോറിനേഴ്സ് ആണെങ്കിൽ 30,000 കിപ്പുമാണ് ഇതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുത്ത് അതിൻ്റെ മുകളിൽ കയറാം. നമുക്ക് കാശ് കുറച്ച് കമ്മിയായതുകൊണ്ട് നമ്മൾ തൽക്കാലത്തേക്ക് കയറുന്നില്ല. നമുക്ക് ഇവിടെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ പാട്ടുമൊക്കെ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ എന്തോ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും ഒക്കെ വെക്കാറുണ്ടെന്ന് തോന്നുന്നു. വൈകുന്നേരം ഇവിടെ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്കും ഇത് ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ട് ഒരിത് ഡിസ്പ്ലേ ഉണ്ടാവും. ലൈറ്റ് ആൻഡ് സൗണ്ട് ഡിസ്പ്ലേ ഒക്കെ ഉണ്ടാവുമെന്ന് തോന്നും ഇവിടെ കണ്ടിട്ട്. ഇതിൻ്റെ മുമ്പിലൊരു ഫൗണ്ടനുണ്ട്. തിരക്കേടില്ലാത്ത ഒരു ഫൗണ്ടനാണ്. നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ഫൗണ്ടനൊക്കെ ഇവിടെ ഉണ്ട്. ആൾക്കാരൊക്കെ ചിരിക്കുന്നു, സാധാരണക്കാരൊക്കെ നോക്കി ചിരിക്കുന്നുണ്ട് നമ്മളെയൊക്കെ. ടൂറിസ്റ്റുകളൊന്നും അങ്ങനെ നമുക്ക് ഐ കോണ്ടാക്റ്റ് ഒന്നും തരുന്നില്ല.
ഇവിടെ രാവിലെ തന്നെ ബസ്സുകളിലും ഈ ഗൈഡഡ് ടൂറിസ്റ്റിലൊക്കെ വന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അതായത് ഇപ്പോൾ എന്താ പറയുക, ഒരു ഡേ ടൂറ്, വിയന്തിയൻ സിറ്റി ടൂർ എന്ന് പറഞ്ഞിട്ട് ഒരു 1500 രൂപ, നമ്മുടെ 1500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവരിതുപോലുള്ള പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സൈറ്റുകളിലെല്ലാം ഇതുപോലുള്ള ബസ്സുകളിലും മിനി വാനുകളിലും നമ്മളെ കൊണ്ടുവന്ന് ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഫ്രണ്ട്സ്, പതക് സായ് മോനുമെൻറ്റ് കണ്ടു. അവിടെ നിന്ന് നമ്മളൊരു 2 കിലോമീറ്റർ മാറിയിട്ടുള്ള ഫാ താറ്റ് ലുവാങ് എന്ന് പറയുന്ന ഒരു സ്തൂപ, ഒരു ബുദ്ധിസ്റ്റ് പിൽഗ്രിമേജ് സൈറ്റാണ്. അവിടേക്കാണ് പോകുന്നത്. നിങ്ങൾ ലാവോസിൻ്റെ ആ ഒരു ഡീറ്റെയിൽസൊക്കെ ഇടന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ എംബ്ലത്തിൽ ഉള്ളത് ഈ സ്തൂപമാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെയും ഫോറിനേഴ്സിന് 30,000 കിപ്പാണ് എൻട്രി ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് 2 കിലോമീറ്ററേ ഉള്ളൂ പതക് സായ് പാർക്കിൽ നിന്ന്. അപ്പോൾ ഞാൻ നടക്കാമെന്ന് വെച്ച്, സ്ട്രെയിറ്റ് റോഡാണ്, കുറച്ച് ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ പോലത്തെ ആ ഒരു ക്ലൈമറ്റൊക്കെയാണ്. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള അത്രത്തോളം ചൂട് ഏപ്രിൽ മാസത്തിലൊക്കെ നമ്മുടെ നാട്ടിലെ ചൂട് നിങ്ങൾക്കറിയാമല്ലോ, അത്രയ്ക്കൊന്നും ചൂടില്ല. പക്ഷേ ഉണ്ട്, കുറച്ച് ഒരു ചൂട് അറ്റ്മോസ്ഫിയർ ആണ്. ന്യൂ ഇയർ പ്രമാണിച്ച് അവരുടെ ഒരു റിച്വൽ നടക്കുവാണ്. ഇവിടെ വരുന്ന ആൾക്കാരെല്ലാം ചെറിയ ബക്കറ്റുകളിലൊക്കെ വെള്ളം കൊണ്ടുവന്നിട്ട്, ചിലർ ഈ നമ്മുടെ കണിക്കൊന്നയുടെ ആ ഒരു ചെറിയ ഇല ഇങ്ങനെ ഒടിച്ചിട്ട് അത് വച്ചിട്ട് ഈ ബുദ്ധപ്രതിമകളുടെ പുറത്ത് വെള്ളം ഇങ്ങനെ ചീറ്റിക്കുകയാണ്. ചിലർ ഈ കയ്യിൽ കൊണ്ടുവന്നിട്ടുള്ള പാത്രങ്ങളിൽ നിന്ന് ഇതുപോലെ വെള്ളം, ഇതിന് ചുറ്റും, ഈ അരയാലിന് ചുറ്റും ബുദ്ധപ്രതിമകളുണ്ട്. അപ്പം ഇതിൽ വെള്ളം കോരി അത് പുറത്ത് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലർ നിങ്ങൾക്ക് കാണാം ഇതുപോലെ ഈ നമ്മുടെ കണിക്കൊന്നയുടെ ഇല വച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു ബുദ്ധിസ്റ്റ് ക്ഷേത്രമാണ്. അകത്തോട്ട് നമുക്ക് തിരിച്ചു വരുമ്പോൾ, നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്ത് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇത് കാണാം. അപ്പം നമ്മൾ ഇവിടെ ജസ്റ്റ് വഴിയിൽ വന്നപ്പോൾ ഇങ്ങനെ ഒരു കാര്യം കണ്ടിട്ട് അത് നിങ്ങളെ കാണിച്ചു തരികയാണ്. അപ്പോൾ ഇവിടുന്ന് ഇനിയും ഒരു 1.5 കിലോമീറ്റർ ഉണ്ട്. മദ്യക്കടയൊക്കെ ഉണ്ട് കേട്ടോ, ആൽക്കഹോൾ സ്റ്റോറൊക്കെ ഉണ്ട്. ആൽക്കഹോൾ സ്റ്റോർ തുറന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അല്ലാതെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ഷോപ്സ് എല്ലാം ക്ലോസ്ഡ് ആണ്. നടന്ന് നമ്മുടെ ആ ഒരു ഗോൾഡൻ സ്തൂപമുള്ള സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുന്നത്. ഫാ താറ്റ് ലുവാങ് എന്നാണ് ഇതിൻ്റെ പേര്. ഇപ്പോൾ 30,000 എൻട്രി ഫീസുണ്ട്. അതിൻ്റെ വെളിയിലൊക്കെ ഒരുപാട് മാർക്കറ്റും ഫുഡ് ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട്. മുട്ടയൊക്കെ മുട്ട പുഴുങ്ങി വച്ചിട്ടുണ്ട്. മുട്ടത്തോടിൻ്റെ അകത്ത് എന്തൊക്കെ സാധനങ്ങൾ സ്റ്റഫ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല തിരക്കുണ്ട്. ഇന്ന് ഫെസ്റ്റിവൽ ഡേ ആയതുകൊണ്ട് അവരുടെ ഒരു പുണ്യ ദിവസമാണിന്ന്. ഇവിടെ നമുക്ക് റിലീജിയസ് ഓഫറിങ്സ് ഒക്കെ ചെയ്യാം. അവരെല്ലാവരും ഇങ്ങനെ വെള്ളം ഇങ്ങനെ തളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ കാണണമെന്ന് വിചാരിച്ച സ്ഥലം, ഫാ താറ്റ് ലുവാങ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറുന്നത് ഏത് വഴിയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെ പോവാം. ചുറ്റിനും ഷോപ്സ് ആണ് കേട്ടോ, ഹാറ്റും ഷോളും അതുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലായിടത്തും കണിക്കൊന്ന് തൂക്കിയിട്ടിട്ടുണ്ട്. ആൾക്കാരുടെ കയ്യിൽ വാട്ടർ ഗണ്ണും ഉണ്ട്. അത് തായ്ലാൻഡിലും ഈ പറഞ്ഞ നമ്മുടെ വിഷുവിൻ്റെ സമയത്ത് അത് കാണേണ്ട ഒരു കാഴ്ചയാണ്. തായ്ലാൻഡിലും ലാവോസിലും ഉണ്ട് ഈ സംഭവം. വാട്ടർ ഗണ്ണുമൊക്കെ ആയിട്ട് ആൾക്കാർ റോഡ് മൊത്തം നടക്കും. ടുക്ടുക്കിലൊക്കെ കയറി നടക്കും. വരുന്നവരുടെ എല്ലാം പുറത്ത് വെള്ളം ചീറ്റും. അതാണ് സംഭവം. ഇവിടെ ഫുള്ള് എന്തോ അനൗൺസ്മെൻറ്റും പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തോ മതപ്രഭാഷണം പോലെ എന്തോ ആണെന്ന് തോന്നണം. അതിൻ്റെ ആ ഒരു ടോണും രീതിയൊക്കെ കണ്ടിട്ട് അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇവരുടെ എൻട്രി എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച മുതൽ ഞായറാഴ്ച വരെ രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെയാണ് കേട്ടോ. ഫോറിനേഴ്സിന് 30,000 കിപ്പാണ്. ഇതൊരു സ്റ്റാൻഡേർഡ് റേറ്റാണ്. ജമ്പിങ്, റോങ്, കൾച്ചറൽ ഡാൻസിങ്. സോഷ്യൽ മീഡിയയിലേക്ക് വേണ്ടി ക്ലിപ്സ് എടുക്കാൻ പാടില്ല. ഓക്കെ, ഇത്രയൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇന്ന് വേറൊരു നല്ല കാര്യം കൂടെ സംഭവിച്ചു. ഇന്ന് അവരുടെ ഫെസ്റ്റിവൽ ഡേ ആയതുകൊണ്ട് ടിക്കറ്റ് ഇല്ല, എല്ലാവർക്കും ഫ്രീ ആണ് കേട്ടോ. 30,000 ലാവോ കിപ്പ് നമുക്ക് ലാഭമായി. 10,000 ലാവോ കിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40 രൂപ വരും. 30,000 എന്ന് പറഞ്ഞാൽ 120, 130 രൂപയെ വരത്തുള്ളൂ. എന്നാലും അത് ലാഭമായി നമുക്ക്. നമ്മുടെ കയ്യിൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ കയ്യിൽ കാശ്, സോളിഡ് മണി കുറച്ച് കുറവാണ്. അപ്പോൾ നമ്മളതിനൊന്ന് വലം വയ്ക്കുകയാണ്. സൈഡിലൊരു ഇടനാഴിയുണ്ട്. നമ്മൾ അവിടെ കയറി, വെളിയിൽ നല്ല ചൂടാണ്, അതുകൊണ്ട് നമ്മളിവിടെ കയറിയിരിക്കുകയാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഒരു വലിയ ഇടനാഴി പോലെ ഉണ്ട്. അതിൽ 2 വശങ്ങളിലും പലതരത്തിലുള്ള പെയിൻറ്റിങ്സും കാര്യങ്ങളാണ്. ഇത് അവരുടെ വലിയ ഇതാണ് കേട്ടോ, ഡ്രമ്മ് പോലത്തെ സാധനമാണ്. എന്ത് വലുതെന്നുണ്ടോ.
ഇവിടെ എല്ലാം പലതരത്തിലുള്ള ഇതിൻ്റെയും ഇവിടെയുള്ള മറ്റ് റിലീജിയസ് സൈറ്റ്സുകളുടെയൊക്കെ ആ പലതരത്തിലുള്ള ഒരു പെയിൻറ്റിങ്, ഓയിൽ പെയിൻറ്റിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവിടെ അതിൻ്റെ താഴെ ഓരോന്നിൻ്റെയും സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. ദ സിറ്റുവേഷൻ ഓഫ് തൗലാങ് ആഫ്റ്റർ ദ തീവ്സ് ഡിസ്ട്രോയിഡ് ആൻഡ് ഗോട്ട് വാല്യുബിൾസ് ഇൻ 1873. ഓക്കെ, ഇവിടെയുള്ള സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയി ആ സമയത്തുള്ള ഒരിതാണ്. ഇത് റീസ്റ്റോർ ചെയ്തതിന് ശേഷമുള്ള അവരുടെ ഫോട്ടോ പെയിൻറ്റിംഗ് ആണ്. ഫ്രഞ്ചുകാരും വിയറ്റ്നാമുകാരും കൂടെ ചേർന്നിട്ടാണ് ഇതിനെ റീസ്റ്റോർ ചെയ്യുന്നത്, ഈ ഒരു സ്തൂപം. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റില്ല കേട്ടോ, അവിടെ ഒരു ഗേറ്റ് വെച്ച് അത് ലോക്ക് ചെയ്തിട്ടുണ്ടേ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആൾക്കാരെല്ലാം ഇതുപോലെ ഇതിന് ചുറ്റും, ഈ ഒരു സ്തൂപത്തിന് ചുറ്റും ഇങ്ങനെ ബക്കറ്റിൽ വെള്ളം നിറച്ച് ഈ സോങ്ക്രാൻ സമയത്ത് ഇത് അവർ എന്താ പറയുക, ഒരു പ്യൂരിഫൈ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു, അതോ ഒരു ഓഫറിങ് പോലെയൊക്കെ ചെയ്യുന്ന സംഭവമാണെന്ന് തോന്നുന്നു. ചുറ്റിനും നിങ്ങൾ കാണുന്നത് എല്ലാവരുടെ കയ്യിലും ഒരു ബക്കറ്റിൽ, ഇവിടത്തുകാരുടെയും ഈ ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്നവരുടെ എല്ലാം കയ്യിൽ ഒരു ചെറിയ ബക്കറ്റിൽ വെള്ളം കാണാം. ചിലർ അത് ചെറിയ പാത്രങ്ങളിലെടുത്ത് ഇങ്ങനെ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ചിലർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കണിപ്പൂവിൻ്റെ ആ ഒരു കൊണ്ട ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് അത് ഈ വെള്ളത്തിൽ മുക്കിയിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്, വെള്ളം തെറ്റിച്ച് അങ്ങനെ വിടുന്നതാണ് ചെയ്യുന്നത്. നമ്മളൊരു റൗണ്ട് അടിച്ച് വന്നൊക്കെയാണ് നമുക്ക് അതിൻ്റെ മുകളിൽ കയറാം. ഇവിടെ ഈ ഒരു സ്ഥലത്ത് നമുക്ക് കയറാം. എൻ്റെ ഫ്രണ്ടിൽ ഇവിടെ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട്. രണ്ട് സ്ഥലത്തും ആ ഒരു ഡ്രം വെച്ചിട്ടുണ്ട്, രണ്ടല്ല അതിൽ കൂടുതൽ സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെയൊക്കെ ചുറ്റി കറങ്ങി നേരത്തെ പറഞ്ഞ പോലെ ഒരു മണിക്കൂർ 2 മണിക്കൂർ കാണാനുള്ള സംഭവങ്ങളുള്ളൂ. ചുറ്റി കറങ്ങിയിട്ട് നമ്മൾ കുറച്ചൊന്ന് ക്ഷീണിച്ചത് കൊണ്ട് ഇവിടെ സൈഡിൽ കസേരയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ വന്ന് ഇരിക്കുകയാണ്, ഒരു ഫാനിൻ്റെ താഴെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഞാൻ നേരെ ഫ്രണ്ടിലുള്ള ആ ഒരു ചെറിയ ഒരു ഗോപുരം പോലത്തെ ആ സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ കയറാനായിട്ട് നമ്മൾ ഷൂസ് വരണം, തൊപ്പി വെക്കാൻ പാടില്ല, സ്കേർട്ടൊന്നും ഇടാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത്. ആണുങ്ങൾ സ്കേർട്ട് ഇടുന്ന ആണുങ്ങൾ സ്കേർട്ട് ഇടാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത്. പെണ്ണുങ്ങളാണെങ്കിലും മിനി ഷോർട്ട് സ്കേർട്ട് ഇടാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൾക്കാർ വരുന്നത് ബക്കറ്റിൽ വെള്ളമൊക്കെ കൊണ്ടാണ് വരുന്നത്. പിന്നെ ജമന്തി പൂവ് കമ്പിൽ കുത്തി, ഒരു 3-4 ജമന്തി പൂവായിട്ട് കമ്പിൽ കുത്തി അത് നെഞ്ചത്തോട് ചേർത്ത് പിടിച്ചിട്ട് ഈ സ്തൂപത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്ന ആൾക്കാരെ ഞാനിവിടെ കണ്ടു. പിന്നെ ഇവിടെ ജമന്തി പൂവും ഓലയും കൊണ്ട് ഒരു കിരീടം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, 2 കസേരയിലായിട്ട് വച്ചിട്ടുണ്ട്. ഡൊണേഷൻ ബോക്സൊക്കെ വെച്ചിട്ടുണ്ട്, ആൾക്കാർ കൊണ്ടുവച്ചിട്ടുള്ള പൂക്കളും എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഓല കൊണ്ട്, വാഴയില കൊണ്ട്, ജമന്തി പൂവൊക്കെ വെച്ച് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ പാക്കറ്റ് സംഭവങ്ങൾ, വെള്ള താമരപ്പൂവ്, അതെല്ലാം നിൽപ്പുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ആൾക്കാരെ കയറ്റത്തില്ല, നമ്മളെ കയറ്റില്ല എന്തായാലും. പണ്ട് കാലത്ത് നമ്മുടെ ലാവോസിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ടൊക്കെ എക്സ്കവേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ള ഒരുപാട് ബുദ്ധപ്രതിമകൾ, തലയില്ലാത്തതും കൈയില്ലാത്തതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ബുദ്ധപ്രതിമകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഒരു വശത്താണ് ഇത് വച്ചേക്കുന്നത്. നമ്മുടെ സൈഡിൽ ഒരു ഇടനാഴി പോലെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഓടൊക്കെ പാകി ഒരു ഇടനാഴിയുണ്ട്. അതിൻ്റെ അകത്താണ് ഈ സംഭവങ്ങളൊക്കെ അവർ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ളത്. ഇത് കണ്ടോ, വെട്ടുകല്ലാണ്, നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ വെട്ടുകല്ല്. പിന്നെ സാൻഡ് സ്റ്റോൺ പോലുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ളതുണ്ട്. ഇത് ബുദ്ധൻ്റെ തലയാണ് കേട്ടോ. ഇതെല്ലാം ഇത് ഖനനം ചെയ്തെടുക്കുകയൊക്കെ ചെയ്തതാണ്. ഇത് കണ്ടോ, ഇതുപോലെ ബുദ്ധൻ്റെ ഹെഡ് ഓഫ് ബുദ്ധ മെയ്ഡ് ഓഫ് ലൈവ് മോർട്ടാർ. 17-ാം നൂറ്റാണ്ടിൽ ചെയ്ത സാധനമാണിത്.
അതുപോലെ ഇവിടെയും ബുദ്ധൻ്റെ ഒരുപാട് പ്രതിമകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ വിയന്തിയാനിൽ നമുക്ക് കാണാൻ ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളാണ് മെയിനായിട്ടുള്ളത്. നമ്മൾ നാച്ചുറൽ ബ്യൂട്ടി പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണണമെങ്കിൽ നമ്മൾ വിയന്തിയാൻ വിട്ട് വാങ് വിയാൻ ലുവാം പ്രബാങ് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലേക്കാണ് പോകേണ്ടത്. അവിടെയാണ് നമ്മൾ അടുത്ത് പോകുന്നത്. ഇവിടെ എല്ലാം ഓരോന്നിൻ്റെ മുമ്പിൽ ഇവിടെ വെള്ളം അവർ വെച്ചിട്ടുണ്ട് ആസ് ആൻ ഓഫറിങ്. ഇവിടെ നമ്മൾ ഇത് ചെയ്യാൻ പാടില്ല, വെള്ളം സ്പ്രിങ്കിൾ ചെയ്യാൻ പാടില്ല. അല്ലാണ്ട് അവിടെ പ്രതിമകളുടെയൊക്കെ മുമ്പിൽ അവർ വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു ചെറിയ ബാനർ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ കയറാൻ പാടില്ല എന്ന്. പക്ഷേ ഇവിടെ കയറാൻ പാടില്ല എന്നൊന്നുമില്ല. ഇവിടെ അവർ സ്പ്രിങ്കിൾ ചെയ്യരുത്. ഇപ്പോൾ സോങ്ക്രാൻ സമയമാണ്. ഈ പ്രതിമകളുടെ പുറത്തൊന്നും സ്പ്രിങ്കിൾ ചെയ്യരുത്, വെള്ളം നശിച്ചു പോകും എന്നുള്ളത് കൊണ്ടാണ് അവർ അങ്ങനെ ഒരു ഇത് വച്ചേക്കണം. അല്ലാതെ കയറാൻ പാടില്ല എന്നുള്ള ഇതല്ല. അപ്പോൾ നമ്മളിതിൻ്റെ അടിയിൽ കൂടെ അങ്ങ് കയറി. അപ്പോൾ അതിന് ശേഷം ഇതാണ് ഈ സ്ഥലത്തിൻ്റെ ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്ത് നമുക്ക് കാണാനുള്ളത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വിയന്റിയൻ സിറ്റി ടൂറിൽ നമ്മൾ പ്രധാനപ്പെട്ട 2 അട്രാക്ഷൻസാണ് കവർ ചെയ്തത്. അത് കഴിഞ്ഞ് ഒരു 17 കിലോമീറ്റർ മാറിയിട്ട് ഒരു ബുദ്ധ പാർക്കും ഉണ്ട്. അല്ലാണ്ട് ഒരു വാത്സി സാക്കേത് എന്ന് പറയുന്ന ഒരു ടെമ്പിളുണ്ട്. അവിടെ നമ്മൾ പോകുന്നില്ല, സമയപരിമിതി മൂലം. അപ്പോൾ നമ്മളിന്ന് വൈകുന്നേരം ട്രെയിൻ പിടിച്ച് വാങ് വിയാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇറങ്ങി നേരെ ഹോസ്റ്റലിൽ പോവാണ്. ഈ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.